Hello friends, welcome to 𝙂𝙗𝙗 𝙁𝙤 എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ബാഡ് ന്യൂസ് ആണ്. എന്താ വെച്ചാൽ നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം ഇതിലൊക്കെ നമുക്ക് വോയിസ് കോൾസും വീഡിയോ കോൾസൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാറുള്ള ആൾക്കാരാണ്. നിങ്ങൾക്കറിയായിരിക്കും അത് ഫ്രീ ആണ് ഇപ്പോൾ. പക്ഷേ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരു നീക്കപ്പ് നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ DOT, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോം നമ്മുടെ ട്രൈനോട് ഇതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ ചാർജബിൾ ആക്കാനുള്ള ഒരു മൂവ് നടക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് ട്രൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയിക്കും, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അവരായിട്ട് ആക്ച്വലി എന്താ പറയുക, ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഇതിപ്പോൾ നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കും അതുപോലെ ISP ഉണ്ടല്ലോ, നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സ്, നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന അവരായിട്ട് ഉന്നയിച്ച ആക്ച്വലി ഒരു പ്രപ്പോസലാണ്. എന്താ വെച്ചാൽ ഇവർക്ക് ഭയങ്കര നഷ്ടം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ. അപ്പോൾ മോസ്റ്റ്ലി എന്താ പറയുക 60 to 70% വരെ അത് ചാർജബിൾ ആവാനുള്ള ചാൻസ് ഇപ്പോൾ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് ഒരു ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ എന്താ പറയുക DOT ആക്ച്വലി ട്രൈനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ശരിക്കും ഒരു ബാഡ് ന്യൂസ് തന്നെയാണത്. ആക്ച്വലി ഇതിന് ചാർജബിളായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, നമ്മൾ വോയിസ് കോൾ, വീഡിയോ കോൾ അടക്കം വാട്സപ്പിൽ എന്നുവെച്ചാൽ നമുക്ക് വാട്സപ്പിലാണ് ഏറ്റവും കൂടുതൽ വോയിസ് കോൾസും വീഡിയോ കോൾസും ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡാറ്റാൻ്റെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഡാറ്റാബേസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോയിസ് കോൾസും വീഡിയോ കോൾസും ചെയ്യുന്നത് ഇന്ത്യയിൽ ചെയ്യുന്നത് വാട്സപ്പ് ത്രൂ ആണ്. അപ്പോൾ ചാർജബിൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും എത്ര പെർസെൻറ്റേജ് ഇത് ഇടിയുമെന്ന്. എന്ന് വെച്ചാൽ നമുക്ക് പറയാം, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കായി തന്നെ സംഭവം ഫ്രീ കോൾസ് ആണെങ്കിൽ നമുക്ക് അതിനൊരു പാക്കേജ് നമ്മൾ ചെയ്യണം, എന്നാലും നമുക്ക് ഫ്രീ കോൾസ് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ആക്ച്വലി ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നേക്കുന്നത്. എന്താ വെച്ചാൽ ഇനി ഇതുപോലെ ചാർജബിൾ ആയി കഴിഞ്ഞാൽ മോസ്റ്റ്ലി എല്ലാവരും നമ്മുടെ നോർമൽ ഇതിലേക്ക് മാറുമല്ലോ. അപ്പോൾ എന്താ പറയുക, കോമ്പറ്റീഷൻ ഒഴിവാനുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ആക്ച്വലി ഒരു പ്രപ്പോസൽ കൊടുത്തേക്കുന്നതും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിന് എന്താ പറയുക, ഒരു ന്യായമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കാനൊക്കെ നമ്മുടെ ട്രൈനോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചാർജബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇപ്പോൾ എങ്ങനെയാണ് ചാർജബിൾ ആവാൻ നമുക്കൊരു ഐഡിയ ഇല്ല. ഇതിപ്പോൾ മന്ത്ലി പാക്കേജ് ആയിട്ട് വരുമോ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന കോളിനനുസരിച്ചാണോ, അതെങ്ങനെ സംഭവം എന്ന് നമുക്കറിയില്ല. പക്ഷേ ചാർജബിൾ ആവാനുള്ള ഓൾമോസ്റ്റ് ഒരു 70% ചാൻസുകളുണ്ട് കേട്ടോ. അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പോന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി. വാട്സപ്പ് കോൾസ് ചാർജബിൾ എന്നൊക്കെ വന്നിട്ട് സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടും. ഇപ്പോൾ ലേറ്റസ്റ്റായി വന്ന ന്യൂസുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ എന്താ പറയുക, ന്യൂസ് ഷെയർ ചെയ്യാനാണ് നമ്മൾ ആക്ച്വലി വന്നത്. അപ്പോൾ ചാനൽ പുതിയതായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ ഒന്നും മറക്കണ്ട. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും സംശയിക്കുന്ന കമൻറ്റ് ചെയ്യാൻ മറക്കണം, നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ആമസോണിൻ്റെ പേജ് കാണാത്തവർ പോയി കണ്ടു നോക്കുക. നിങ്ങൾ ഓൾറെഡി ലിങ്ക് ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചെക്കൗട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിംഗ് കുറച്ച് എളുപ്പമാക്കുള്ള ഒരു വെബ്സൈറ്റ് തന്നെയായിരിക്കും, നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനും എന്തെങ്കിലും സംശയിക്കുന്ന കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.